ഹായ്, എൻ്റെ പേര് ഗോകുൽ രാജ്. ഞാൻ എൻ്റെ സോഷ്യോളജി സോഷ്യൽ വെണ്ടേഴ്സിൽ നിന്നാണ് ചെയ്തത്. എനിക്ക് സോഷ്യോളജി ഓപ്ഷനിൽ എടുക്കണമെന്ന് തോന്നിയപ്പോൾ ആദ്യം ഒരുപാട് ഓപ്ഷൻസ് ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ പോകണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഓരോ സ്ഥലത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ 1 വീക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കിട്ടി. ഒരു ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു PG ലെവലാണ് UPSC ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഞാൻ ഈ സോഷ്യോളജിയിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാൻ ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് ഒരുപാട് സഹായിച്ചു. പിന്നെ സാറിൻ്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ആയിരുന്നു സാർ ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നു. സോഷ്യൽ വെണ്ടേഴ്സിന് വേറെ എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും സാർ വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആൻസർ എഴുതി സാറിനെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായിരുന്ന മിസ്റ്റേക്സ് എല്ലാം സാർ പോയിന്റ് ഔട്ട് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, എവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റുകൾ, അങ്ങനെയെല്ലാം സാറ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്ന് 1-on-1 മെൻറ്റർഷിപ്പ് ആയിട്ട് തന്നെ സാറ് നമുക്കത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സോ അടുത്ത ഒരു തവണ ഒരു ആൻസർ എഴുതുമ്പോഴത്തേക്ക് ഈ പോയിന്റ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു UPSC ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്സിലേക്ക് ആൻസേഴ്സ് ഉയർത്താൻ പറ്റും എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ കിട്ടിയ ഒരു ബേസിക് ഗൈഡൻസ് വഴി അത് നോട്ട് ഓൺലി സോഷ്യോളജി ഓപ്ഷനിൽ മാത്രമല്ല ഒരു GS പേപ്പേഴ്സിനും കൂടെ അത് ഒരു ഹെൽപ്ഫുള്ളായി. എങ്ങനെ ഒരു ആൻസർ നമുക്ക് ഉള്ളതിനെ തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് പല രീതിയിൽ എഴുതാമെന്നുള്ളത് സാറ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വഴി സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു വർഷത്തെ സോഷ്യൽ വെണ്ടേഴ്സിലെ ജേർണി എന്ന് പറഞ്ഞപ്പോൾ ഒരു അക്കാഡമിക്സ് മാത്രമല്ല, അല്ലാത്ത രീതിയിലും സാറ് നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഒരാളെ പോലെയായിരുന്നു സാറിൻ്റെ ഓരോ ക്ലാസ്സസും. ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. ഇപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സോഷ്യൽ വെണ്ടേഴ്സിൽ ഒരു ആൾ വന്ന് ആരെങ്കിലും സോഷ്യോളജി ഓപ്ഷനിൽ എവിടെ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ സോഷ്യൽ വെണ്ടേഴ്സിന് വളരെ ധൈര്യപൂർവ്വം പറയാൻ പറ്റും.